ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യ ജീവിതത്തിലെ രണ്ട് അവസ്ഥകളാണ് സുഖവും ദുഃഖവും. ജീവിതം സുഖകരമാകുമ്പോൾ സന്തോഷിക്കുകയും ആർപ്പിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖ സാഹചര്യങ്ങൾ വേദനിപ്പിക്കുകയും നിലവിളിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് അവസ്ഥകളിൽ കൂടിയും കടന്നു പോകേണ്ടി വന്ന പൗലോസ് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷിക്കണം എന്ന്. ഫിലിപ്പിയർ 4:4 പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് ഇപ്രകാരം പറഞ്ഞത്. തടവോ ചങ്ങലയോ കഷ്ടതയോ പട്ടിണിയോ ഒന്നും തന്നെ പൗലോസിൻ്റെ സന്തോഷം ഇല്ലാതാക്കിയില്ല. എല്ലായ്പ്പോഴും സന്തോഷിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സന്തോഷിക്കേണ്ടത് കിന്നരത്തോടും സംഗീതസ്വരത്തോടും കാഹളങ്ങളോടും തുര്യനാദത്തോടും കൂടി ആർപ്പിട്ട് വേണം എന്ന സങ്കീർത്തനം 98:5 പറയുന്നത്. സങ്കീർത്തനം 100:1-2 വാക്യം ഇപ്രകാരമാണ്: സകല ഭൂവാസികളുമായുള്ളൊരു യഹോവയ്ക്ക് ആർപ്പരിവേൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. എന്തുകൊണ്ട് യഹോവയ്ക്ക് ആർപ്പിടണം? 1, യഹോവ നമ്മുടെ രക്ഷയുടെ പാറയാകയാൽ ആർപ്പിടണം. സങ്കീർത്തനം 95:1. എല്ലാവിധമായ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ യഹോവയായ ദൈവം മാത്രമാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമുക്ക് വേണ്ടി നിൽക്കുവാൻ സാധിക്കില്ല. കനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്രയിൽ പല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. അതിലൊന്ന് അവരുടെ മുമ്പിൽ ഉയർന്നു നിന്ന യെരിഹോ മതിൽ ആയിരുന്നു. യോശുവ 6:1 പറയുന്നത് ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോ അടച്ച് ഉറപ്പാക്കിയിരുന്നു എന്ന്. ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ യഹോവയായ ദൈവം അവർക്ക് നൽകിയ ആയുധം ജനമെല്ലാം ആർപ്പിടണം എന്നത് മാത്രമായിരുന്നു. യോശുവ 6:5 ആട്ടിൻകൊമ്പിൽ നീട്ടി ഊതുകയും കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം, അപ്പോൾ പട്ടണമതിൽ വീഴും. 40 വർഷം മുൻപ് മുതൽ അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന പട്ടണമതിലിൻ്റെ ചുറ്റും നിന്ന് ആർപ്പ് വിളിച്ചാൽ മതിൽ വീഴുമോ? നമുക്കും സംശയമുണ്ട്. സംശയിക്കേണ്ട 20-ാം വാക്യം അതിന് ഉത്തരം നൽകുന്നുണ്ട്. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ വീണു. പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നിരാശരായി നിലവിളിക്കുകയല്ല വേണ്ടത്. പിന്നെയോ കർത്താവിന് വേണ്ടി ഉച്ചത്തിൽ ആർക്കണം, പാടണം, സ്തോത്ര ശബ്ദം ഉയരണം. സ്തോത്ര സ്വരത്തിന് മുൻപിൽ സാത്താൻ വിറയ്ക്കും. സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കുന്ന ശക്തമായ ആയുധമാണ് സ്തോത്ര ശബ്ദം. അതുകൊണ്ട് സകല ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന പാറയായ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ആർപ്പിടാം. 2, യഹോവയുടെ ന്യായവിധി നമ്മിൽ നിന്ന് മാറ്റിയതിനാൽ ആർപ്പിടണം. സെഫനിയ 3:14-15 വാക്യങ്ങൾ. പ്രവാചകൻ പറയുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പാപം അതിൻ്റെ സകല ഭീകരതയോടും കൂടി തേർവാഴ്ച നടത്തുന്ന കാലമാണ് ഇത്. നാം താലോലിച്ച് വളർത്തുന്ന പാപം നമ്മെ സർപ്പം പോലെ കടിക്കുകയും അണലി പോലെ കൊത്തുകയും ചെയ്യും എന്ന സദൃശ്യം 23:32 പറയുന്നത്. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിപ്പാനായി പിതാവായ ദൈവം പാപത്തിൻ്റെ എല്ലാ ശിക്ഷകളും പുത്രൻ്റെ മേൽ ആക്കി.
യേശു തൻ്റെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ ഒഴുക്കി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. യെശയ്യാ 53:5. നമുക്ക് വരാവാകുന്ന സകല ന്യായവിധിയിൽ നിന്നും രക്ഷിപ്പാനായി രക്തം ചൊരിഞ്ഞ കർത്താവിനായി നമുക്ക് ആർപ്പിടാം. 3. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് നമ്മെ എപ്പോഴും വിടുവിക്കുന്ന ദൈവത്തിനായി ആർപ്പിടണം. ന്യായാധിപന്മാർ 7:20. ശത്രുക്കളാൽ വളയപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിടുതലിനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ മൊത്തവും വെട്ടുക്കിളി എന്നപോലെ അസംഖ്യമായിട്ടാണ് ഇസ്രായേലിനെ വളഞ്ഞത്. ന്യായാധിപന്മാർ 7:12. ഇസ്രായേലിനെ രക്ഷിപ്പാൻ ആരുമില്ലായിരുന്നു. ദൈവം അതിനായി ഗിദെയോനെ തിരഞ്ഞെടുത്തു. ഗിദെയോനോട് യുദ്ധം ചെയ്യുവാൻ ദൈവം അയച്ചത് വെറും 300 പേരെയാ. കാഹളം ഊതുമ്പോൾ പാളയത്തിൻ്റെ ചുറ്റും നിന്ന് യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി ആർപ്പിടുക എന്നത് മാത്രമാണ് അവരോട് പറഞ്ഞത്. 7:18. യഹോവ പറഞ്ഞതുപോലെ അവർ കാഹളമൂതി ആർപ്പിട്ടു. 7:20. 300 പേരുടെ ആർപ്പിന് ശബ്ദം ശത്രുപാളയത്തിൽ ഭീതിയുണ്ടാക്കി. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പരസ്പരം വെട്ടിമരിച്ചു. യഹോവയ്ക്ക് വേണ്ടി ജനം ആർപ്പിട്ടപ്പോൾ ശത്രു പരാജയപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ആർപ്പിട്ട ജനത്തെ ദൈവം ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചു. ശത്രു നമ്മെ തകർക്കുവാൻ സകല ശക്തിയോടും കൂടി ആഞ്ഞടിക്കുമ്പോൾ നമുക്കും ചെയ്യുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ശത്രുവിൻ്റെ ശക്തിക്ക് മുൻപിൽ പതറാതെ സർവശക്തനായ ദൈവത്തിന് വേണ്ടി ആർപ്പിടുക. കർത്താവേ, തപ്പിനോടും കിന്നരത്തോടും ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടും കൂടെ നിനക്ക് വേണ്ടി ആർപ്പിടുവാൻ എന്നെയും ഉപയോഗിക്കണമേ. ആമേൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ വല്ലവനയോ